കുക്കാസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി സ്നാക്കാണ്, ഒരു ബട്ടർ മുറുക്ക്. ബട്ടർ മുറുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മുറുക്കിനെക്കാട്ടിലും കുറച്ച് സ്പെഷ്യലാണ്. ഇത് നമ്മൾ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ വലിയ വലിയ സ്വീറ്റ്സ് ഷോപ്പിൽ നമുക്ക് ഈ ഒരു ബട്ടർ മുറുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ക്രഞ്ചി, വായിലിട്ട് കഴിഞ്ഞാൽ മെൽറ്റായി പോകും, അതുപോലത്തെ ഒരു ടെക്സ്ചറാണ്. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, ഒട്ടും സ്പൈസി അല്ലാത്തതുകൊണ്ട്. അതുപോലെ ഇത് ഉണ്ടാക്കാൻ അധികം പാടൊന്നുമില്ല, വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് മുറുക്കുണ്ടാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പിൽ 1.5 കപ്പ് എടുത്തു. ഇത് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് കടലമാവ് മെഷർ ചെയ്തെടുത്തു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമൻ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുക. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നല്ലതുപോലെ കമ്പൈൻ ചെയ്യുക. നമ്മുടെ കടലമാവിൽ നിറച്ചും കട്ടകൾ കാണും, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ മിക്സ് ആകണം. നല്ലതുപോലെ കമ്പൈൻ ചെയ്യുക. ഇതിൽ ഞാൻ എള്ളൊന്നും ചേർത്തില്ല. നമുക്ക് എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കറുത്ത എള്ള് അല്ലെങ്കിൽ വെളുത്ത എള്ള്, എത്രത്തോളം ടേസ്റ്റ് ഇഷ്ടമാണോ അത്രയും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ മാവ് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ബട്ടർ ആണെങ്കിൽ നേരത്തെ തന്നെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ എടുത്ത് പുറത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ബട്ടർ, കുറച്ച് ഹീപ്ഡായിട്ടാണ് എടുത്തത്, 2.5 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്തു. ഇപ്പം മാവ് നല്ല ഡ്രൈ അല്ലേ, അപ്പോൾ നമ്മൾ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പം മാവൊന്ന് നനഞ്ഞ് വരണം, ഒന്ന് വെറ്റായി വരണം. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ കുഴക്കില്ലേ, പുട്ടുപൊടിക്ക് നനച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടണം. ഇപ്പോഴും മാവ് കുറച്ച് ഡ്രൈ ആണ്. ഞാൻ കുറച്ച് ബട്ടർ കൂടെ ചേർക്കുകയാണ്, ഒരു 1/2 ടീസ്പൂൺ. ഇപ്പോൾ മൊത്തത്തിൽ 3 ടീസ്പൂൺ ബട്ടർ, ഹീപ്ഡായിട്ട് 3 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ മുറുക്കല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ ബട്ടർ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇത്രയും ബട്ടറിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഇതിപ്പം എല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരുമിച്ച് പിടിക്കുമ്പം ഇതുപോലെ ഉരുട്ടി പിടിക്കാൻ പറ്റണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത്രയും ആയതിനു ശേഷം, ഈ ഒരു സ്റ്റേജ് വരെ ആക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളവും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. 1 കപ്പ് വെള്ളം, സെയിം ഒരു 240 ml കപ്പിൽ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എത്രയും ചേർത്തെന്ന് ലാസ്റ്റിൽ പറയാം. കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. സൈഡ് ബൈ എണ്ണ ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഈ കുഴച്ചെടുക്കുന്നതൊന്നും ഒരുപാട് ടൈം കൺസ്യൂമിങ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എണ്ണയും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാവെല്ലാം കുഴച്ചെടുത്ത് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുക്കിക്കൊക്കെ ഡോ പ്രിപ്പയർ ചെയ്യില്ലേ, ആ ഒരു രീതിയിലാണ് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഉടനെ തന്നെ നമുക്കിത് നമ്മുടെ മോൾഡിലിട്ട് പിഴിഞ്ഞെടുക്കാം. കണ്ട നല്ല സോഫ്റ്റ് ഒരു ഡോ ആണ്. അപ്പോൾ ഇത് ഈ ബൗളിൽ ഇരിക്കട്ടെ. ഇത്രയും വെള്ളമാണ് ബാക്കി വന്നത്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. നമുക്ക് മോൾഡൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റാർ ഷേപ്പിലുള്ള മോൾഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ മോൾഡിനുള്ളിലും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോകും. നമ്മൾ ഉണ്ടാക്കുന്ന സമയം മാത്രം തുറന്ന് എടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഒരു മീഡിയം ഹീറ്റിൽ, മീഡിയമിനും ലോ ഹീറ്റിനും ഇടയ്ക്കിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, അകം നന്നായിട്ട് വേവില്ല, പിന്നെ പെട്ടെന്ന് അങ്ങ് കളർ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞ് അങ്ങ് ഇടുക. ഒരു മാവിൻ്റെ പുറത്തോട്ട് വീണ്ടും പിഴിഞ്ഞിട്ടാൽ പ്രശ്നമൊന്നുമില്ലേ, ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇത് ഫ്രൈ ആയി വരുമ്പം വിട്ട് വന്നോളൂ, അതുകൊണ്ട് അത് പേടിക്കൊന്നും വേണ്ട. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഞാനിതിൽ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിറച്ചും ബബിൾസാണ്, കാണാൻ പറ്റുന്നല്ലേ.
ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം നമ്മുടെ ഈ ബബിൾസ് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ബബിൾസ് ഒട്ടും ഇല്ലാതെ എണ്ണ ക്ലിയർ ആയി കഴിയുമ്പോഴാണ് ഇത് റെഡി ആയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് ഞാനിപ്പോൾ ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ടേ. എന്തിനാണെന്നറിയോ, നമ്മൾ മേളിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇട്ടില്ലേ, അതൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പതുക്കെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കുക്കായി കഴിയുമ്പോൾ, ഹാഫ് കുക്കായി കഴിയുമ്പോൾ മാത്രം കേട്ടോ, തുടക്കത്തിലേ അനക്കിയൊന്നും കൊടുക്കരുത്. ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മാത്രം ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വിട്ട് വരും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ചെറിയ പീസായിട്ട് നമുക്ക് ഈ ഒരു മുറുക്ക് കിട്ടും. അപ്പോൾ ആ ബബിൾസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആക്കി എടുക്കരുത് കേട്ടോ. ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡാണ് ഇതിന് വേണ്ടത്. ഒരുപാട് ബ്രൗൺ ആക്കരുത്. ഇത് ബ്രൗണായി പോയി കഴിഞ്ഞാൽ ആ ബട്ടർ മുറുക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, എണ്ണ നല്ല ക്ലിയറായി, ഒട്ടും ബബിൾസ് ഇല്ല. അതുപോലെ ഇത് നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോരി മാറ്റാം. ഈ ഒരു കളറാണേ നമുക്ക് വേണ്ടത്. ഇതിൽ കൂടുതൽ ബ്രൗൺ ആക്കരുത്. നല്ല ക്രിസ്പി മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. കുഴയ്ക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. ഒരു മീഡിയം ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്യുക, അതൊന്നും ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ക്രിസ്പിനെസ്സും ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്ത് ഇടാം. അത്രേ ഉള്ളൂ പണി. ഇനി എന്താ, കഴിക്കുകയല്ലേ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ പ്ലേറ്റ് എംപ്റ്റി ആയെന്ന് ചോദിച്ചാൽ മതി. എത്ര ക്രിസ്പിയാന്ന് നോക്കിയേ. ഞാൻ കഴിക്കട്ടെ. പുറമേ നല്ല ക്രഞ്ചിയും, കണ്ടാൽ സാധാ മുറുക്ക് പോലെ ഇരിക്കും, പക്ഷേ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അക്കം സോഫ്റ്റും, നമ്മളിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും. അതുപോലത്തെ ഒരു, കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.